ആരാടാ നിങ്ങൾ ബോംബുണ്ടാക്കി തന്നത്? അയ്യോ ബോംബല്ല സാറേ, അത് ഡമ്മിയുടെ ഡമ്മി മാറിപ്പോയതാണ്. ആ ഡമ്മി ഉണ്ടാക്കി തന്ന നമ്മളെ ആർട്ട് ഡയറക്ടറാണ് ജോസേട്ടെ. എന്നിട്ട് അയാൾ എവിടെ? മീൻ മിഴുകാൻ പോയി. അല്ല, പുള്ളിക്ക് ആസ്മയുടെ അസുഖമുണ്ടേ, അപ്പൊ ചിറ്റകളിൽ പാണാവളി പോയി മീൻ മിഴുകാൻ. അതെ, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് അയാളുടെ ഡിമാൻഡ്. 10 ലക്ഷം? ആ, അയാള് നല്ല കലിപ്പിലാ. ഇല്ലെങ്കിൽ അങ്ങനെ കേസിന് പോവും. അപ്പൊ പിന്നെ നിന്റെ സിനിമ നടക്കില്ല. ആ കുട്ടിയുടെ ദേഹത്ത് വിറക് വീണ് പാടായിട്ടുണ്ട്. അത് അതിന്റെ ഭാവിയെ ബാധിക്കില്ലേ? ഇതൊക്കെ ഒരു തമാശയാണെന്നാ നിന്റെ വിചാരം? സാറാ, ഇനി ഇവര് പരസ്പരം ഇഷ്ടത്തിലാണ് അല്ലേ? അത് ശരിയാ, ഞങ്ങൾ ചെറിയ ഇഷ്ടത്തിലാണ്. ആഹാ. ഈ ദേഹത്ത് വന്ന പാട് കൊണ്ട് അവളുടെ ഭാവി ജീവിതത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിലില്ല. ഇനി ഞാൻ എവിടെന്നെങ്കിലും കാശ് ഒപ്പിച്ച് അവളുടെ അച്ഛൻ ആ കാശ് കൊടുത്താലും പിന്നീട് അത് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരാനുള്ളതല്ലേ സാറേ. അവര് സമ്മതിച്ചില്ലെങ്കിലോ? അത് ഞാൻ അവളുടെ കവളിൽ നിന്നുള്ളിൽ സമ്മതിപ്പിക്കും. നിങ്ങൾ തമ്മിൽ താല്പര്യത്തിലാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചങ്ങ് സോൾവ് ചെയ്താ പോരെ? ഞാൻ ആ പെണ്ണിനെ ഒന്നുകൂടി കാണട്ടെ. അല്ല, അത് നിങ്ങളും ആ പയ്യനും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? പിന്നെ വെറുതെ എന്തിനാ ഇടപെട്ട് ഞങ്ങളുടെ സമയം കളയുന്നത്? നിങ്ങൾക്ക് തന്നെ പരസ്പരം സംസാരിച്ച് അങ്ങ് ഒത്തുതീർപ്പാക്കിയാ പോരെ? അതിന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് സാറോട് ആര് പറഞ്ഞു? എന്താ അവന്റെ പേര്? എടോ, ഞാനും താനും തമ്മിൽ ഇഷ്ടത്തിലാണോ? എപ്പോഴാണോ തന്നോട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞേ? വല്ലപ്പോഴും ഒന്ന് സംസാരിച്ചെന്ന് കരുതി തനിക്കൊന്നും നാണമില്ലേ? ഒരു സിനിമാക്കാരൻ വന്നിരിക്കുന്നു. എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയും പോരാ, ഇനി തനിക്ക് എന്നെ കെട്ടും വേണം. ഇഡിയറ്റ്. 10 ലക്ഷം